نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ ഏറെ പവിത്രമായി കാണുന്ന മക്ക എന്നു പറയുന്ന പ്രദേശത്തെക്കുറിച്ചും ആ മക്കയിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ ചിഹ്നങ്ങളായിട്ടുള്ള കഅബയെക്കുറിച്ചും മസ്ജിദുൽ ഹറാമിനെക്കുറിച്ചും സംസമിനെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. പ്രത്യേകിച്ച് ആ ഒരു നാടിൻ്റെ പ്രത്യേകതയും ആ നാട്ടിൽ ചെയ്യേണ്ടതായ ഒട്ടേറെ സൽക്കർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ കൂടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആ ഒരു നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ ആഗ്രഹം വെക്കുന്നവരോടുള്ള ചില നിർദ്ദേശങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മക്ക രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഹജ്ജും ഉംറയും മാത്രമല്ല, മറിച്ച് മറ്റുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ മുൻഗാമികൾ വളരെ ഗൗരവത്തോടുകൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട പ്രധാന വിഷയങ്ങളിൽപ്പെട്ടതാണ് മക്കയിൽ വരുന്ന ഹാജിമാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക. സിഖായത്തുൽ ഹാജ്, ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കൽ അല്ലെങ്കിൽ അവരെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറമും അതിൽ ഉൾക്കൊള്ളുന്ന കഅബയുമൊക്കെ അതിൻ്റെ സേവകരായി
അതിൻ്റെ കൈകാര്യകർത്താക്കളായി നിലകൊള്ളുക എന്നത് മുൻഗാമികൾ വലിയ പുണ്യമുള്ള കാര്യമായി കണ്ടിരുന്നു. അത് ഇസ്ലാമിൽ മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഖുറൈശികളുടെ വലിയ ഒരു അധികാരമായിക്കൊണ്ട്, അവർക്കുള്ള വലിയ സ്ഥാനമായിക്കൊണ്ട് അവർ അതിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹാബിമാർക്കിടയിൽ വലിയ ഒരു തർക്കമുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കുന്ന സമയം ഒരു വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൻ്റെ അടുത്ത് വെച്ചിട്ട് സ്വഹാബിമാർക്കിടയിൽ ഒരു തർക്കമുണ്ടാകണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാണ്, ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം ആളുകൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ്, നല്ല രാവിലെയാണ്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, മാ ഉബാലി അൻ ലാ അഅമല അമലൻ ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ അഅമറൽ മസ്ജിദുൽ ഹറാം. ആദ്യം ഒരു വ്യക്തി പറയുന്നത്, മാ ഉബാലി അൻ ലാ അഅമല ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ അസ്ഖിയൽ ഹജ്ജ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിലെ കർമ്മങ്ങളിൽ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നതല്ലാത്ത മറ്റൊരു സൽക്കർമ്മവും ഞാൻ ഏറ്റവും ഹൈറായിട്ട് കാണുന്നില്ല. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു പുണ്യം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുക, അത് ഹാജിമാരായ ആളുകളെ പരിഗണിച്ച് അവർക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കലാണ് എന്ന് ഒരു വ്യക്തി പറഞ്ഞു. അപ്പോൾ വഖാലൽ ആഖർ, മറ്റൊരാൾ പറഞ്ഞു, മാ ഉബാലി അല്ലാ അമല അമലൻ ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ അഅമറൽ മസ്ജിദുൽ ഹറാം. എന്നാൽ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം, ഏറ്റവും പുണ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്നുള്ളതാണ്, അവിടുത്തെ സേവനം ചെയ്ത് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, വഖാലൽ ആഖർ, വേറൊരാൾ പറയാണ്, അൽ ജിഹാദു ഫീ സബീലില്ലാ അഫ്ളലു മിമ്മാ ഖുൽതു. ഏയ്, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം ഏതാണെന്നറിയോ? ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങലാണ്. ഈ ഒരു വാചകം ഒരു സ്വഹാബി പറഞ്ഞു. മൂന്നാളും മൂന്ന് അഭിപ്രായങ്ങൾ, സ്വാഭാവികമായും തർക്കമായി. ആ തർക്കം കുറച്ചുകൂടി ശബ്ദം കൂടി. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരുന്നത്. അവരിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണിത്, അനാവശ്യമായ തർക്കങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വരൂലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ പോരെ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും, കുറച്ച് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഖുതുബയൊക്കെ നിർവഹിച്ചതിന് ശേഷം ഈ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരിക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു വിഷയത്തിലുള്ള മസ്അല ചോദിക്കുകയാണ്. ഏതാണ് ഏറ്റവും ഖൈർ? ഹാജിമാർക്ക് വെള്ളം കൊടുക്കലാണോ, അതല്ല മസ്ജിദുൽ ഹറാമിൻ്റെ സേവനവുമായിട്ട് ഇറങ്ങലാണോ, അതല്ല ജിഹാദിന് വേണ്ടി ഇറങ്ങലാണോ? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുള്ളൂ, അതിനുള്ള മറുപടി കൊടുത്തത് അള്ളാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 19-ാമത്തെ ആയത്ത് അപ്പോഴാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് ആയത്ത് എന്നറിയോ? അജഅൽതും സിഖായത്തൽ ഹാജ് വഇമാറത്തൽ മസ്ജിദിൽ ഹറാം. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നതും മസ്ജിദുൽ ഹറാമിൻ്റെ സേവകന്മാരായി പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ കാണുകയാണോ? കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്. ഒരാൾ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോൾ അതിനെയും ഇതിനെയും നിങ്ങൾ തുല്യമായി കാണുകയാണോ? ലാ യസ്തബൂന ഇൻദല്ലാഹ്. അതൊരിക്കലും അള്ളാന്റെ അടുക്കൽ തുല്യമല്ല. ഒരിക്കലും അള്ളാന്റെ അടുക്കൽ ഇത് തുല്യമാകൂല. ഒരാൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത് പുണ്യമല്ലേ? പുണ്യമാണ്. മസ്ജിദുൽ ഹറമിന്റെ സേവകരായി നിൽക്കുക എന്നത് പുണ്യമല്ലേ? പുണ്യമാണ്. പക്ഷേ അതും അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം
അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, തീർച്ചയായും അക്രമകാരികളായ ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകൂല. ഈ ഒരു വാചകം വന്നതും സ്വഹാബിമാരുടെ തർക്കം അവിടെ അവസാനിച്ചു. പക്ഷെ അവർക്കൊരു ബോധ്യപ്പെടലാണ്, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതിനേക്കാളും മസ്ജിദുൽ ഹറമിന്റെ സേവനം ചെയ്യുക എന്നതിനേക്കാളും വലിയ പുണ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനുണ്ട്. ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യം അത് ജിഹാദ് ചെയ്യലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസുകളിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമാലി അഫ്ളൽ, അള്ളാഹുവിൻ്റെ റസൂലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള അമലേതാ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമേതാ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലി, അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ സ്വഹാബി ചോദിച്ചു, സുമ്മ മാദാ, പിന്നെ ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനു വേണ്ടി ഇറങ്ങലാണ്. വീണ്ടും ചോദിച്ചു, സുമ്മ മാദാ, പിന്നെ ഏതാ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ഹജ്ജുൻ മബ്റൂർ, പുണ്യകരമായ ഹജ്ജാണ്. ഒരു ഹജ്ജിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഹജ്ജിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ് പലരും പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പോകുന്ന ആളുകളുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പരിചയത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് ആളുകൾ യാത്ര ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ യാത്രകളും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജുൻ മബ്റൂർ എന്ന് പറയുന്ന ആ പുണ്യകരമായ ഹജ്ജിനേക്കാൾ വലിയ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് ജിഹാദും ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യല. എന്നാൽ ഈ ധർമ്മസമരത്തിനേക്കാൾ വലിയ പുണ്യങ്ങളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളെല്ലാവരും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണത്താൽ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണത്താൽ ഒരു പക്ഷേ അപേക്ഷ കൊടുത്തിട്ടും 40,000-ഓളം വരുന്ന ആളുകളുടേത് സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിൽ ഒരു പക്ഷേ പെട്ടുപോയ ആളുകളും ഉണ്ടാവാം. ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ജിഹാദ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് പലതും നിർവഹിക്കാമായിരുന്നു. എന്നാൽ ഈ ഹജ്ജിനേക്കാളും ജിഹാദിനേക്കാളും വലിയ പുണ്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ആ പുണ്യം എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്ന 10 ദിവസങ്ങളുണ്ട്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. ഇപ്പോൾ നമ്മൾ ദുൽഖഅദ് ഏകദേശം 25-ലേക്ക് എത്തി. ഒരു പക്ഷേ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെയായി നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 10 ദിവസങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത്രയേറെ പുണ്യകരമായ വേറെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളുമില്ല. അത്രയും പുണ്യകരമായ കാര്യമാണ് ഈ ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹാബിമാരുടെ ചോദ്യം, കാരണം അവർക്കറിയാം ജിഹാദിന്റെ പുണ്യം, അവർക്കറിയാം ജിഹാദിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന ഹദീസ് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും വലിയ പുണ്യം ഈ 10 ദിവസങ്ങൾക്കുണ്ടോ? അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക, ജിഹാദ് ചെയ്യുക, അതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതെ, ജിഹാദിനേക്കാളും വലിയ പുണ്യത്തിന് തന്നെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ഒരു ജിഹാദിനൊഴികെ ഇല്ലാ റജുലിൻ, ഒരു മനുഷ്യനൊഴികെ. എന്താണ്? ഖറജ ബിനഫ്സിഹി വമാലിഹി, അയാൾ തൻ്റെ ശരീരവുമായി തൻ്റെ മുഴുവൻ സമ്പത്തുമായി കൊണ്ട് അയാൾ ജിഹാദിന് വേണ്ടി ഇറങ്ങി. പക്ഷേ ഫലം യർജി മിൻ ദാലിക ബിശൈ, അതിൽ ഒന്നും ബാക്കിയായില്ല. അയാളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, അയാളുടെ ശരീരവും അയാളുടെ ആത്മാവും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ സ്ഥാനം. അതല്ല എങ്കിലോ
ഈ പറയപ്പെട്ട 10 ദിവസങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഇനിയുള്ള 10 ദിവസങ്ങൾ, അതിൻ്റെ പോരിശ ഈ ഒരൊറ്റ ഹദീസ് മതി. ഈ ഒറ്റ ഹദീസ് മതി. ഇനി കേട്ടോ, ഖുർആനിലെ ആയത്തുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഫജ്ർ തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ 10 രാത്രികൾ തന്നെയാണ് സത്യം. ഇവിടെ ഏതാണ് ഈ 10 ദിവസങ്ങൾ? അൽ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, റമദാനിലെ അവസാനത്തെ 10 പ്രാധാന്യം ഉണ്ടല്ലോ അല്ലേ? റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ആ റമദാനിലെ അവസാനത്തെ 10 പ്രാധാന്യം, അതല്ല ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പ്രാധാന്യം? അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? രാത്രിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, രാത്രിയുടെ പരിഗണനയാണ് നോക്കുന്നതെങ്കിൽ, റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്കാണ് വലിയ പ്രാധാന്യം. ദുൽഹിജ്ജയിലെ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ വലിയ പുണ്യം റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ്. കാരണം ആ ദിവസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ആ ലൈലത്തുൽ ഖദ്ർ ഉള്ളത് റമദാനിന്റെ അവസാനത്തെ 10 രാത്രിയിലാണ്. അതുകൊണ്ട് റമദാനിലെ അവസാനത്തെ 10 രാത്രിക്കാണ് പുണ്യം. അവസാനിപ്പിച്ചിട്ടില്ല. ഇനി പകലുകളെ നോക്കിക്കഴിഞ്ഞാലോ, പകലുകളെ നോക്കിക്കഴിഞ്ഞാലോ റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ പുണ്യം. ഇനി നമ്മുടെ മുന്നിലുള്ള 6 ദിവസം കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾ, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ആ ദിവസങ്ങളിൽ ദിക്റുകളുണ്ട്, ആ ദിവസങ്ങളിൽ സ്വലാത്തുകളുണ്ട്, ആ ദിവസങ്ങളിൽ നോമ്പുണ്ട്, ആ ദിവസങ്ങളിൽ ഉളുഹിയത്തുണ്ട്, ആ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങൾ. എന്തിനേറെ, ലോക മുസ്ലിമീങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട അറഫ ദിനവും അതുപോലെ തന്നെ യൗമുൻ നെഹ്റും ഒക്കെ നടക്കുന്നത് ആ 10 ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത്രയും വലിയ പുണ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഉത്സാഹത്തോടു കൂടി പരിശ്രമിക്കേണ്ട ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഒട്ടേറെ പുണ്യങ്ങൾ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ആ ഒരു 1.5 മാസം കഴിഞ്ഞ് 2.5 മാസം കഴിയുമ്പോഴേക്കെന്നെ തുടങ്ങിവെച്ച പലതും നമ്മൾ നിർത്തിയിട്ടുണ്ട്. നിർത്തിവെച്ച പല തിന്മകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പഴയ ജീവിതത്തിലേക്ക് പോകാമെന്നാണെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവിൻ്റെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. നമ്മുടെ റമദാൻ എന്തായിരുന്നു? നമുക്ക് സമാധാനിക്കാനുണ്ട്, നമ്മുടെ നന്മകളുണ്ട്. എങ്കിൽ ആ റമദാനിലൂടെ അവസാനിപ്പിക്കേണ്ടതല്ല പുണ്യങ്ങൾ. ഇനിയുള്ള 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളായിട്ട് കാണണം. മഹാനായ താബി പണ്ഡിതനാണ് സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇജ്തിഹാദൻ ശദീദ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, കണക്ക് കൂട്ടാൻ പറ്റാത്ത രൂപത്തിൽ, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത രൂപത്തിൽ വല്ലാത്ത പരിശ്രമമായിരുന്നു അവർ. അത് കേവലം ഒരാളിലല്ല. നമ്മുടെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും താബികളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും ഇമാമുമാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും അവരൊക്കെ അങ്ങനെയായിരുന്നു. ഈ ദിവസങ്ങൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ വലിയ പോരിശയോടുകൂടി ചെയ്തു, കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ എന്തൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്? ഏതൊക്കെ നന്മകൾ ചെയ്യണം? ഒരു പക്ഷേ ഹജ്ജിന് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എണ്ണിച്ചുട്ട അപ്പം പോലുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് കൃത്യമായി കൊണ്ട് ഇന്ന കർമ്മങ്ങൾ ഇന്ന ദിവസങ്ങൾ എന്നുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് ഒരുപാട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇനിയുള്ള 10 ദിവസം എല്ലാ സമയത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്കാറുകൾ ഉണ്ടാവണം. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. ദിക്ർ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന്, അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഓർമ്മിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഓർമ്മിക്കൽ, അത് ദിക്റുള്ളയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയാണ്. മറ്റൊന്ന്, നാവ് കൊണ്ടുള്ള അദ്കാറുകൾ.
അല്ലാഹു അക്ബർ എന്നുള്ളത്, സുബ്ഹാനല്ലാ എന്നുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്, അൽഹംദുലില്ലാ എന്നുള്ളത് നമുക്കെല്ലാം സുപരിചിതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകൾ അറിയാത്തവരാരും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഒരാൾ ഒരു തവണ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ 20 പുണ്യം അയാൾക്ക് രേഖപ്പെടുത്തുന്ന. ഒരു തവണ പറഞ്ഞു അല്ലാഹു അക്ബർ പറഞ്ഞാൽ 20 പുണ്യം കിട്ടുകയാണ്. നമ്മുടെ നാവിന് ഏറ്റവും നൈർമല്യമുള്ളതായ ഒട്ടേറെ ദിക്റുകൾ, യാതൊരു നിലക്കും നമുക്ക് കൂടുതൽ എനർജി കളയേണ്ടതില്ലാത്ത വിധത്തിലുള്ള കർമ്മങ്ങൾ. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, പല ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ചരിത്രം കേട്ടാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്രകൾ, ആ സമയത്ത് നമ്മുടെ നാവുകളിൽ ഇങ്ങനെ ദിക്റുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഒഴിവ് വേളകളൊക്കെ ദിക്റുകളിലാവും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരിങ്ങനെ ഒരു വഴിയിലൂടെ അങ്ങനെ വരിക, ഒരു യാത്ര കഴിഞ്ഞ് വരിക. അങ്ങനെ ഒരു ഭാഗത്ത് അവർ വിശ്രമിക്കാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിൽ ഇങ്ങനെ ചാരി നിൽക്കുക. ആ മരമാകട്ടെ ആകെ ഉണങ്ങിയ ഒരു മരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചില്ലകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ചില്ലകളിലുള്ള ഇലകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സാഹചര്യം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി എടുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചില്ലയിലൊരു അടി അടിച്ചു. സ്വഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യണേ. ആ ഒരു അടി അടിച്ചതും അതിൽ നിന്നും ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഏയ് നിങ്ങൾ കണ്ടില്ലേ, ഈ മരത്തിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യം ചോദിച്ചു. സ്വഹാബത്ത് എല്ലാവരും പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണം. എന്താ ചെയ്യണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ചൊല്ലിക്കോ, ധാരാളമായിട്ട് ചൊല്ലിക്കോ. അത് ചൊല്ലുന്നതിന് അനുസരിച്ചുകൊണ്ട് പാപങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും. എത്ര സുന്ദരമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിക്റിനെ പഠിപ്പിച്ചു കൊടുത്തത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ കാണുവാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാചകങ്ങൾ. ഇനിയുള്ള ദിവസങ്ങൾ ധാരാളമായിക്കൊണ്ട് തക്ബീറും തഹ്ലീലും തഹ്ലീലും ഒക്കെ ചൊല്ലാൻ, തഹ്മീദും ഒക്കെ നിർവഹിക്കാൻ, തക്ബീർ ചൊല്ലാൻ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാരും നിർവഹിച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന 10 കഴിഞ്ഞാൽ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കഴിഞ്ഞാൽ അദ്ദേഹം നേരെ മിനയുടെ ഭാഗത്ത് വരും. ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാകും. പല ആളുകളും ഹജ്ജ് കർമ്മം ആ ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോഴേ വന്നവരുണ്ടാകും, അല്ലാത്തവരും ഉണ്ടാവും. അവിടെ വെച്ചുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിക്കും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ വിളിക്കുക ഉമർ റളിയല്ലാഹു അൻഹു. അത് കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ചരിത്രത്തിന്റെ ബാക്കി നമുക്ക് കാണാൻ സാധിക്കും. ഒരു തിരമാലങ്ങനെ അടിച്ചടിച്ചു വരുന്നത് പോലെ ഓരോരുത്തരും ചൊല്ലി അതിങ്ങനെ വലിയ ശബ്ദം മുഖരിതമാകുന്നൊരവസ്ഥ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രമാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അവർ അങ്ങാടിയിലേക്ക് പോകും. അവർക്ക് വല്ലതും വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയല്ല പോകുന്നത്, മറിച്ച് അങ്ങാടിയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഭാഗത്ത് വന്നിട്ട് അവർ തക്ബീർ കുറച്ച് വേഗത്തിൽ ചൊല്ലും, ഉറക്കെ ചൊല്ലും. എല്ലാവരെയും ഓർമ്മപ്പെടുത്തുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാടിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും നമ്മൾ ഇറങ്ങണമെന്നല്ല, ഒരു വർഗീയ പരാമർശങ്ങളിലേക്ക് എത്തിക്കണമെന്നല്ല. പക്ഷേ നമ്മുടെ വീട്ടിലെങ്കിലും, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തെങ്കിലും, നമ്മുടെ മക്കളുടെ അടുക്കലെങ്കിലും, നമ്മുടെ കുടുംബത്തിൻ്റെ അടുക്കലെങ്കിലും ഈ തക്ബീറുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. കാരണം അതിന് വലിയ ഒരു പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയമാണ് നോമ്പ് നോക്കുക എന്നുള്ളത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളില്ല, 9 ദിവസങ്ങൾ. 10ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. എന്നാൽ ആദ്യത്തെ 9 ദിവസവും നോമ്പെടുക്കാമോ, അതല്ല 9ാമത്തെ ദിവസത്തിൽ മാത്രമാണോ നോമ്പെടുക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ആ വിഷയത്തിൽ വന്ന ഹദീസ് ഇപ്രകാരമാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ
9 നോമ്പെടുത്തു. അത് 9 അതല്ല 9 എന്നാണോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ആദ്യത്തെ 9 ദിവസവും ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, നിർബന്ധമുള്ള കാര്യമല്ല, ആവശ്യമെങ്കിൽ അവന് നിർവഹിക്കാവുന്നതാണ് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 9 അന്നുള്ളത് അത് കുറച്ച് പ്രാധാന്യമുള്ളതാണ്. ദുൽഹിജ്ജ 9 അന്ന് വലിയ പ്രാധാന്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിന് ഹുറുമത്ത് കൊടുക്കുമ്പോൾ ആ ഹുറുമത്തുള്ളതോടൊപ്പം തന്നെ അതിൽ മറ്റുള്ള ഹറാമുകൾ ചെയ്യുക എന്നുള്ളത് വലിയ കുറ്റകരമായ കാര്യമാണ്. സാധാരണ മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് പോലെയല്ല റമദാൻ മാസത്തിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത്. റമദാനിൽ ഗൗരവം കൂടും, ശിക്ഷ കൂടും, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എങ്കിൽ സാധാരണ വീട് പോലെയല്ല അള്ളാഹുവിൻ്റെ പള്ളിയെങ്കിൽ, സാധാരണ ദിവസങ്ങളെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസമെങ്കിൽ, സാധാരണ ദിവസങ്ങളെ പോലെയല്ല ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അവിടെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗൗരവം കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ ഹുറുമത്ത് കൊടുത്തിട്ടുള്ളത്, ആ ഹുറുമത്തുള്ള പവിത്രത കൊടുത്തിട്ടുള്ളതിനെ നമ്മൾ പവിത്രത കൽപ്പിക്കാതെ അതിനെ നിന്ദ്യമാക്കുന്ന അവസ്ഥയാണെങ്കിൽ, അതിന് പരിഗണന കൊടുക്കാത്ത അവസ്ഥയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കുറ്റമുണ്ട് എന്നതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ വിട്ടു നിൽക്കണം. പരമാവധി എന്നല്ല, പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുക. കാരണം ആ ദിവസങ്ങൾ അള്ളാഹു ഹുറുമത്ത് നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രത പറഞ്ഞതാണ്. സ്വഹാബിമാർ ധാരാളമായി നന്മകൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണെങ്കിൽ നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ തിന്മകളിലൂടെ അന്നേ ദിവസം പ്രത്യേകം ഏതെങ്കിലും ഹറാമിന് വേണ്ടി തയ്യാറെടുക്കുക, അതൊക്കെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക എന്നുള്ളതും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായി നമ്മുടെ മുൻഗാമികൾ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തെക്കുറിച്ചും അതിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പോരിശയുമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിൽ വളരെയേറെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഉദുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഇതേ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഉദുഹിയ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. ഉദുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത് നിർബന്ധമായ ഫറലായ ഒരു കാര്യമാണോ, അതല്ല അതൊരു സുന്നത്തായ കാര്യമാണോ? ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമികമായി കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വിഭാഗം പറഞ്ഞത് ഇത് നിർബന്ധമാണ് എന്ന് തന്നെയാണ്. ഒരാൾക്ക് കഴിവുണ്ട്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ വാചകം ഇങ്ങനെയാണ്: മൻ കാന ലഹു സഅതുൻ, ആർക്കെങ്കിലും അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ അതിന് സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും വലം യുദഹി, അവൻ ഉളുഹിയത്ത് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഉളുഹിയത്ത് അറുക്കുന്നില്ല, ഫലാ യഖ്റബന്ന മുസല്ലാന. ആ വാചകമാണ്. കഴിവുണ്ടായിട്ടും ഒരാൾ ഉളുഹിയത്ത് അറുക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും വരണം എന്നാ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് എല്ലാവരും വരണം. എത്രത്തോളം എന്നാൽ ആർത്തവകാരിയായ സ്ത്രീയാണെങ്കിൽ പോലും അവൾ അവിടെ വന്നിരിക്കണം, അവൾ നിസ്കരിക്കേണ്ടതില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിക്കേണ്ട ഒരു സ്ഥലം അതാണല്ലോ ശരിക്കും ഈദ്ഗാഹ്.
എങ്കിൽ ആ മുസല്ലയിലേക്ക് നിങ്ങൾ വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിർബന്ധമായ കാര്യമാണ് എന്നാണ് ഇമാം മാലിക്കിനെ പോലുള്ള, സുഫിയാനു സൗരിയെ പോലുള്ള, ഇമാം അബൂ ഹനീഫയെ പോലുള്ള, ഇബ്നു തൈമിയയെ പോലുള്ള ആളുകളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിർബന്ധമാണ്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സുന്നത്തായ കാര്യമാണ്. അതിനുള്ള ഹദീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, നിങ്ങൾ ദുൽഹിജ്ജയിലെ മാസം കണ്ടു കഴിഞ്ഞാൽ, വ അറാദ അഹദുക്കും അൻ യുദ്ഹിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉളിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വ അദ്ഫാരിഹി, അവൻ എന്ത് ചെയ്യണം? അവൻ്റെ നഖവും മുടിയൊക്കെ പിടിച്ചു വെക്കണം. അഥവാ പിന്നെ മുടി മുറിക്കുവാനോ അല്ലെങ്കിൽ നഖം വെട്ടാനോ പാടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നുള്ള പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ്, അല്ലാതെ നിർബന്ധം എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അങ്ങോട്ട് ഒരുപാട് പണ്ഡിതന്മാർ അതിനും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ഹദീസുകൾ നമ്മൾ മുന്നിൽ വെക്കുക. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. ഇത് ഫറലാവട്ടെ സുന്നത്താവട്ടെ, നമ്മുടെ നേതാവാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ അങ്ങനത്തെ ഒരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിക്കാനില്ലാതായിട്ടുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. അവരുടെ വിളക്കിലൊഴിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എണ്ണയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എണ്ണയല്ല, മറിച്ച് വേറെ ഒരു തരത്തിലുള്ള, അറബികൾ ഉപയോഗിക്കാറുള്ള ഒരു തരത്തിലുള്ള എണ്ണ. അതും റൊട്ടിയും കഴിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളവും റൊട്ടിയും കഴിക്കുക, അതുപോലും കഴിക്കാനില്ലാത്ത ദിവസങ്ങളുണ്ടാവും. അത്രയും പ്രയാസം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നതിന് ശേഷം എല്ലാ അശ്റ സിനീന യുളഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം മദീനത്തിൽ ജീവിച്ചിട്ടുണ്ട്. ആ 10 കൊല്ലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുയ്യത്ത് അറുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാത്ത പ്രവാചകന്റെ വിഷയത്തിലാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പണം മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി തയ്യാറെടുത്തു? തൻ്റെ സമ്പത്ത് മാറ്റിവെച്ചു. അവിടെയാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നിർവഹിക്കുന്നത്, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് സന്നദ്ധനായി മകനെ കിടത്തി മകന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷിച്ചതായിരുന്നുവെങ്കിൽ അതേ വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടും ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നുള്ള ആയത്തിൽ വൻഹർ, ആ നെഹർ എന്ന് പറഞ്ഞാൽ ബലിയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ 40 കൊല്ലമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, 50 കൊല്ലമായി, 60 കൊല്ലമായി, ഇന്ന് വരെ ഉളുഹിയത്തിന് വേണ്ടി ഇതാ എൻ്റെ ഒരു ഓഹരി എന്ന് പറയാൻ നമ്മൾ എത്ര ആളുകൾ റെഡി ആയിട്ടുണ്ടാവും? ഒരാടാണെങ്കിൽ ഒരാൾ ഒറ്റക്കാണ് ഇറക്കണ്ടേ, ആടാണെങ്കിൽ ഒരാൾ ഒറ്റക്ക്. എന്നാൽ ഒരു പോത്തോ അതുപോലുള്ളതാണെങ്കിൽ 7 ആളുകൾ വരെ കൂടാം, 7 ആളുകൾ വരെ. ഒട്ടകമാണെങ്കിൽ 10 ആളുകളും കൂടും. ഒറ്റക്കറുക്കാൻ ബുദ്ധിമുട്ടാണോ എന്നങ്ങൾ ഷെയർ കൂടി അറുത്താൽ മതിയെന്ന്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ മോളെ കല്യാണത്തിന് നമ്മൾ അറുത്ത ആടിൻ്റെ കണക്കെത്രയാ? നമ്മുടെ മകൻ്റെ കല്യാണത്തിന് അറുത്ത പോത്തിൻ്റെ കണക്കെത്രയാ? ഇത്ര കിൻഡലുള്ളതെന്നൊക്കെ അല്ലേ നമ്മൾ പറയാറുള്ളത്. എന്നാൽ അള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എൻ്റെ അടുത്ത് പൈസ അല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക. ഒരു കൊല്ലത്തിനാകെ വരുന്നത് 8000 രൂപ. ഒരു മാസം 1000 രൂപ പോലും മാറ്റി വെക്കേണ്ടതില്ല. മാസത്തിൽ 1000 പോലും മാറ്റി വെക്കേണ്ടതില്ല. ഒരു കൊല്ലത്തിലാണ് വരുന്നത് എങ്കിൽ 40 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം ജീവിച്ചിട്ട് ഒരു ഉളുഹിയത്ത് പോലും നമ്മൾ അറുക്കുന്നില്ല. അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നിസ്കാരം നോമ്പൊക്കെ തന്നെ മതിയെന്ന്, അതിനപ്പുറത്തേക്കൊന്നും പോകേണ്ടതില്ല. എങ്കിൽ ആ നിസ്കാരം പഠിപ്പിച്ചതാരാ? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
നോമ്പ് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്കിൽ അതേ പ്രവാചകൻ 10 കൊല്ലം പട്ടിണി കിടന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും പ്രാധാന്യം ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു നിസ്സാരമായി കാണരുത്. നമ്മുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നാലേ ഒരു വർഷത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മാറ്റിവെക്കുന്ന പണത്തിൻ്റെ ചെലവൊന്ന് നോക്കിക്കാ നിങ്ങൾ. അത് റബ്ബ് നമുക്ക് നൽകിയതാ ആ മക്കളെ, അല്ലേ? അല്ല വിചാരിച്ചാൽ ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ നമ്മളെ മക്കളെ കിടത്താൻ കഴിയും. ഞാനൊരിക്കലും ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല, പക്ഷേ നമ്മൾ ആലോചിക്കുക, അല്ല വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളായി വരും. എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനൊന്ന് സമാധാനിപ്പിക്കണം. റബ്ബേ, ഇത്ര കാലം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഉദയത്തോർത്തിട്ടില്ല, ഇത്തവണയെങ്കിലും ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് സ്വന്തത്തോട് പറയാനെങ്കിലും, അള്ളാഹുവിൽ ഒരു തൃപ്തിയുള്ള ഒരു മനസ്സുമായിട്ട് ജീവിക്കാനെങ്കിലും നമ്മൾ അതിൽ ഒന്ന് സന്നദ്ധമാവണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, the soulmate. Peace Radio, tune to reality.